യേശയ്യ 55:6 എന്താണ് പറയുന്നത്? ദൈവവചനത്തിനായി സമയം കണ്ടെത്തുക, കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇടപെടുമെന്നാണ്. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ എന്നും പറയുന്നുണ്ട്. എറണാകുളത്തെ വിമത വൈദികരോട് അവസാനമായി അവർക്ക് നേരെ ഉയരുന്നൊരു ചോദ്യം ഇതാണ്: നിങ്ങൾ പത്രോസിൻ്റെ പിൻഗാമി പിന്തുടർന്ന് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ തുടരുമോ, അതോ നിങ്ങളെ വ്യാജങ്ങൾ കൊണ്ട് വഞ്ചിക്കുന്ന വിമത വൈദികരോട് കൂടി ശീഷ്മയിലേക്ക് പോകുമോ? വത്തിക്കാൻ്റെ ചോദ്യമാണ്. വത്തിക്കാൻ നിഷ്കർഷിക്കുന്ന ഏകീകൃത കുർബാനയിൽ പുരോഹിതൻ അൾത്താരെ നോക്കി മാത്രമേ നിൽക്കാവൂ, വിശ്വാസ സമൂഹത്തെ അഭിസംബോധന ചെയ്യരുതൊരിക്കലും എന്നൊക്കെ കടുത്ത നിബന്ധനകളുണ്ടെന്നാണ് ഇപ്പോൾ വിമത വൈദികരടക്കം ആ കൂട്ടർ പറഞ്ഞ് പരത്താൻ ശ്രമിക്കുന്ന പുത്തൻ നുണ. അതൊട്ടും ശരിയല്ലെന്ന് പിതാക്കന്മാർക്ക് ഗ്രാഹ്യമുണ്ട്, മുതിർന്ന വൈദികർക്ക് ബോധമുണ്ട്, അച്ഛൻ പട്ടത്തിനായി പഠിക്കുന്ന ഡീക്കന്മാർക്ക് വളരെ ഹൃദയസ്ഥവുമാണ് ഓരോരോ കാര്യങ്ങളും. എന്താണ് വത്തിക്കാൻ അൾത്താര അഭിമുഖ കുർബാനയിൽ വേണ്ടതെന്ന് പറയുന്നതെന്ന് ഒന്നോർക്കണം. ഈ കുർബാന അർപ്പണം ആരുടെയും കുത്തകയല്ല. കത്തോലിക്ക സഭയിൽ വിശ്വാസ സമൂഹം ഒന്നായി ചേർന്നാണ് ബലിയർപ്പിക്കുന്നത്. ജനത്തിൻ്റെ പ്രതിനിധിയായ ആ പുരോഹിതൻ ബലിയർപ്പണത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് മാത്രം. ആ പുരോഹിതനെ മർദ്ദിച്ചാൽ അവിടെ നിൽക്കുന്ന ജനത്തെ മൊത്തം മർദ്ദിക്കുന്നതിനും തുല്യമാണ്. ക്രിസ്തുവിനെ ധ്യാനിച്ചാണ് പുരോഹിതനും ജനവും ബലിയർപ്പിക്കുന്നത്. അല്ലാതെ പുരോഹിതനെ ജനം കണ്ട് ആസ്വദിച്ചോ ജനത്തെ പുരോഹിതൻ നോക്കിക്കണ്ട് ആസ്വദിച്ചോ അല്ല. അൾത്താരെ അഭിമുഖമായി പുരോഹിതൻ നിൽക്കാറുണ്ട്, കണ്ടിട്ടില്ലേ? ജനത്തിനും അഭിമുഖമായി പുരോഹിതൻ നിൽക്കുന്ന വിവിധ അവസരങ്ങളുണ്ട് കുർബാനയ്ക്കിടെ. ആ ക്രമീകരണങ്ങൾ തികച്ചും യുക്തിസഹമാണെന്ന് പല വൈദികരും ഇതിനോടകം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ഒന്നുകൂടി ആരാധ്യരായ വൈദികർക്കിടയിൽ അന്വേഷിച്ചപ്പോൾ അതൊക്കെ സ്വാഭാവികമായ കുർബാന നടപടികൾ എന്നാണ് അവരും വ്യക്തമാക്കുന്നത്. എന്നാൽ ജനാഭിമുഖ കുർബാന എന്ന ആ ഒരു പ്രയോഗം ഇന്ന് ചർച്ചാ വിഷയമായിട്ടുണ്ട്. വത്തിക്കാൻ്റെ കടുത്ത ശീഷ്മയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എറണാകുളത്തെ ഏതാനും വിമത വൈദികർ ഏറെ നാളുകളായി തുടരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗമാണ് ഈ ജനാഭിമുഖ കുർബാന. സ്വന്തം അധികാരം ഏത് വിധേനയും ഊട്ടിയുറപ്പിക്കാനും ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനും സഭയെ പുലർത്താനും കഴിഞ്ഞേക്കാം. ഇതിനപ്പുറം ഒരു കഴമ്പുമില്ലാത്തതാണ് ഈ പ്രയോഗം. ഫ്രാൻസിസ് പാപ്പ തന്നെ എല്ലാവരും കേരളത്തോട് പറഞ്ഞതാണ്: എതിർപ്പിനുള്ള ചില കാരണങ്ങൾക്ക് കുർബാന അർപ്പണവുമായോ ആരാധനാക്രമവുമായോ യാതൊരു ബന്ധവുമില്ലെന്ന് എനിക്കറിയാം. അവ ലൗകിക കാരണങ്ങളാണ്, അവ പരിശുദ്ധ ആത്മാവിൽ നിന്നും വന്നതേയല്ലെന്ന്. താനാണ് വിശ്വാസികളുടെ രാജാവെന്ന് തോന്നുമ്പോഴാണ് ജനത്തെ മുഴുവൻ നേരവും തൻ്റെ തിരുമുഖം കാണിച്ചാലേ തനിക്ക് തൃപ്തിയാകുന്ന നിലപാടിലേക്ക് ഒരു പുരോഹിതനെത്തുന്നത്. മുൾക്കിരീടം മാത്രം ഈ രാജാവ് ചൂടാറില്ല, മരക്കുരിശ് എന്താറുമില്ല. ഏകാഗ്രതയും ധ്യാന മനസ്സും നഷ്ടപ്പെട്ടാൽ പിന്നെ തന്നിഷ്ടം തുടരുന്ന ഇത്തരം രാജാപ്പാട്ട് വേഷം കിട്ടിയവർ അങ്ങനെയായി വൈദികർ മാറും. പിന്നെ എന്ത് സംഭവിക്കും? വിശ്വാസ രഹസ്യങ്ങൾ പിന്നെ അവർക്ക് അർത്ഥശൂന്യതയെ തോന്നും. സത്യവും നീതിയും തങ്ങളെ ബാധിക്കാത്തതാകും. അനുസരണം കീഴടങ്ങളെ കരുതും. തന്ത്രങ്ങളും വ്യാജ പ്രചരണങ്ങളും ശക്തി പ്രദർശനങ്ങളും അൾത്താരയിലും ഇടവകയ്ക്കുള്ളിലും പുറത്തുമൊക്കെ പെരുകും. നിരപരാധിയായ ആലഞ്ചേരി കർദിനാൾ പിതാവിനെതിരെയുള്ള വ്യാജരേഖ ചമയ്ക്കൽ, അപ്പസ്തോലിക്ക അഡ്മിനിസ്ട്രേറ്റർക്കെതിരെയുള്ള കൂക്കുവിളിയും തെറിവിളിയും, പേപ്പർ ഡെലിഗേറ്റ് വ്യാജനാണെന്ന ആ പ്രചരണം, അദ്ദേഹത്തിന് നടത്തിയ പ്രതിഷേധവും ആക്രമണവും, അതോടൊപ്പം എല്ലാ തിന്മകളും ചെയ്തു കഴിഞ്ഞിട്ട് മാർപ്പാപ്പയുടെ കൂടെയാണ് തങ്ങളെന്ന് അവകാശവാദം ആരും പറഞ്ഞിട്ടില്ല. അവരവസാനം പറയുന്ന വാക്കതാണ്: ഞങ്ങൾ മാർപ്പാപ്പയുടെ കൂടെയാണെന്ന്. ഇപ്പോൾ പറയുന്നത് മാർപ്പാപ്പയ്ക്ക് തെറ്റുപറ്റി എന്നാണ്. നിങ്ങളെ ബോധ്യപ്പെടുത്താനായി വർഷങ്ങളായി മുന്നോട്ട് വെച്ച കാരണങ്ങൾ ഞാൻ ശ്രദ്ധാപൂർവം സമയമെടുത്ത് പഠിച്ചു എന്ന് കൃത്യമായി പ്രസ്താവിച്ച് കഴിഞ്ഞ മാർപ്പാപ്പയെ പറ്റിയാണ് ഇപ്പോഴത്തെ ഈ വിമതരുടെ വ്യാജ പ്രചരണം എന്നോർക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. ജനാഭിമുഖ കുർബാന എന്ന ഒരെണ്ണം ആവർത്തിച്ച് പറഞ്ഞുകൊള്ളട്ടെ, അതൊരു പാഴ്വാക്ക് തന്നെയാണ്. എല്ലാ സഭകളിലും വചനപ്രഘോഷണം നിശ്ചയമായും ജനാഭിമുഖമാണ്. കാരണം അത് ദൈവം തൻ്റെ ജനത്തോട് തിരുവചനത്തിലൂടെ സംസാരിക്കുന്ന അവസരമാണ്. ദൈവജനത്തെ അഭിസംബോധന ചെയ്യുന്ന കുർബാനയിലെ മറ്റു ഭാഗങ്ങളും അത്തരത്തിലുള്ളവയാണ്. എന്നാൽ ദിവ്യബലിയുടെ മറ്റു ഭാഗങ്ങളെല്ലാം അഭിസംബോധന ചെയ്യുന്നത് ദൈവത്തെയാണ്. മാത്രമല്ല എല്ലാ ബലിയർപ്പണങ്ങളിലും ക്രിസ്തുവാണ് മുഖ്യ ശ്രദ്ധാകേന്ദ്രം. അതിനാൽ പരിശുദ്ധ കുർബാന ഒരിക്കലും പുരോഹിത കേന്ദ്രീകൃതമല്ല. വിമതർ ഓർക്കണം, അത് ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ബലിയർപ്പണത്തിൽ പുരോഹിതൻ ജനത്തിൻ്റെ ഒരു പ്രതിനിധി മാത്രമാണ്. കത്തോലിക്ക സഭയിൽ വിശ്വാസ സമൂഹം ഒത്തുചേർന്നാണ് ബലിയർപ്പിക്കുന്നത്. ജനത്തിൻ്റെ പ്രതിനിധിയായ പുരോഹിതൻ ബലിയർപ്പണത്തിന് നേതൃത്വം നൽകുന്നു എന്ന് മാത്രം. അൽമാരുടെയും സന്യസ്തരുടെയും പൗരോഹിത്യ ധർമ്മത്തെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വൈദികന് താനാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രമെന്ന ചിന്ത ഒഴിവാക്കാൻ പറ്റും. ക്രിസ്തുവിനെ ധ്യാനിച്ചാണ് പുരോഹിതനും ജനവും ബലിയർപ്പിക്കുന്നത്. അല്ലാതെ പുരോഹിതന് ജനം കണ്ടാസ്വദിച്ചോ ജനത്തെ പുരോഹിതൻ നോക്കി ആസ്വദിച്ചോ അല്ല എന്ന് നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നു. ധ്യാനാത്മകതയോടെ ബലിയർപ്പിക്കുന്ന വൈദികർക്കൊരിക്കലും മുന്നിലെയോ പിന്നിലെയോ ജനം ആ നേരത്ത് മനോവ്യാപാര വിഷയമേ ആകാറില്ല. അവരെ കാഴ്ചവയ്പിലൂടെയും കാറോസൂസയിലൂടെയും കർത്താവിന് സമർപ്പിക്കുന്നതിനപ്പുറം പുരോഹിതന് എന്താണ് അപ്പോൾ ചെയ്യാനുള്ളത്? എന്നാൽ തൻ്റെ ധ്യാനാത്മക മനസ്സ് നഷ്ടപ്പെട്ടാൽ പിന്നെ കുർബാന വെറുമൊരു നാടകമായി മാറും.
അധപതിക്കും. അവിടെ ജനാഭിമുഖം എന്നതൊരു മുഖ്യ വിഷയമാകും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവ്യ ബലിയർപ്പണം ആർക്കും തോന്നുന്നത് പോലെ ചെയ്യാനുള്ളതുമല്ല. പ്രബോധന അധികാരമുള്ള മെത്രാന്മാരുടെ സമിതി അംഗീകരിച്ചിട്ടുള്ള ചില പ്രാർത്ഥനകൾ, രീതികൾ അതൊക്കെ പൂർണ്ണമായി പിന്തുടരാൻ എല്ലാ വൈദികർക്കും കടമയുണ്ട്. കാരണം ആരാധനാക്രമം ദൈവശാസ്ത്രം പ്രകാശിപ്പിക്കുന്നതാണ്. വ്യക്തിഗതമായ പ്രാർത്ഥനകൾ ലിറ്റർജിയിൽ കൂട്ടിക്കലർത്തിയാൽ പാഷാണ്ഡതകൾ എന്നറിയപ്പെടുന്ന വിശ്വാസ വിരുദ്ധ ആശയങ്ങൾ പ്രചരിക്കാനിടയാകൂ. സഭയിൽ അത്തരം അനുഭവങ്ങൾ ഏറെ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് ആരാധനാ ക്രമസംബന്ധിയായ ചിട്ടകളും നിഷ്കർഷകളും നിലവിലുള്ളത്. അതിനാൽ സിറോ മലബാർ സഭയിൽ പ്രബോധനാധികാരമുള്ള മെത്രാൻ സിനഡ് ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള ആ ആരാധനാക്രമം സമ്പൂർണ്ണമായി പാലിക്കാൻ ആ സഭയിലെ വൈദികർ ഏത് രൂപത്തിൽപ്പെട്ടതായാലും അവർ ബാധ്യസ്ഥ തന്നെയാണ്. അതുതന്നെയാണ് വത്തിക്കാൻ പറയുന്നത്. സ്വന്തം സഭയിലെ 2 തരം ആരാധനാക്രമ രീതികൾ സഭയുടെ കെട്ടുറപ്പിനെ ഗുരുതരമായി ബാധിക്കുന്നു എന്ന തിരിച്ചറിവിലാണ് സിറോ മലബാർ സിനഡ് ഈ സഹസ്രാബ്ദത്തിൻ്റെ അന്ത്യവർഷങ്ങളിൽ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. 2 വിഭാഗവും കൽദായ രീതി ആദ്യം പിന്തുടർന്നിരുന്ന രൂപതകളും എറണാകുളം രീതി പിന്തുടർന്നിരുന്ന രൂപതകളും വിട്ടുവീഴ്ച നടത്താൻ തീരുമാനമായി. അങ്ങനെയാണ് 50-50 എന്ന ഫോർമുല ഭൂരിപക്ഷ തീരുമാനത്തിൽ നടപ്പായത്. ഇത് എറണാകുളം അതിരൂപതയിലെ വൈദികർക്ക് മാത്രം ഇതുവരെയും ബോധ്യമായിട്ടില്ല, സ്വീകാര്യമായിട്ടില്ല. അവിടെയും ചെറുതല്ലാത്ത ഒരു ഗണം വൈദികർ ഔദ്യോഗിക കുർബാന അർപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ബഹളത്തിനോ ആക്രോശത്തിനോ ആക്രമത്തിനോ മുതിരാത്ത സാത്വികരാണെന്നതിനാൽ അവരാരും മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുമില്ല എന്ന് മാത്രം. മറ്റു ചില രൂപതകളിലെ വൈദികരും എറണാകുളം കുർബാന രീതി ആഗ്രഹിക്കുന്നവരാണെങ്കിലും സഭാബോധമുള്ളതിനാലും തിരുപ്പട്ട ദിനത്തിൽ തങ്ങൾ നടത്തിയ വാഗ്ദാനങ്ങൾ ഓർമ്മയുള്ളതിനാലും അവർ സഭയുടെ ഏകീകൃത രീതി അംഗീകരിച്ചിരിക്കുന്നു. വിശ്വാസി സമൂഹം ക്രിസ്തുവിൻ്റെ ബലി ഓർമ്മയെ അർപ്പിക്കുന്നത് പിതാവിനാണ്. അതിനാൽ തന്നെ എല്ലാ ബലിയർപ്പണവും കർത്തൃ അഭിമുഖമാണ്. ഈ അർത്ഥത്തിൽ ലത്തീൻ അഥവാ റോമൻ കത്തോലിക്ക ആരാധനക്രമവും ജനാഭിമുഖമല്ല. മറിച്ചുള്ള അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് ലത്തീൻ സഭയോടുള്ള അവഹേളനമാണെന്നാണ് യാഥാർത്ഥ്യം. അത് ലത്തീൻ സഭയിലെ പുരോഹിതരും വ്യക്തമാക്കുന്നു. കഷ്ടമെന്ന് പറയട്ടെ, വിമർ ഇതുവരെയും ലത്തീൻ സഭയിലെ മാറ്റവും തിരിച്ചറിഞ്ഞിട്ടില്ല. മാർപ്പാപ്പ അർപ്പിക്കുന്ന കുർബാനക്രമമാണ് തങ്ങൾ പിന്തുടരുന്നത് എന്ന അവകാശവാദമാണ് കുറേ നാളായി മുഴങ്ങിക്കേൾക്കുന്നത്. ഇപ്പോഴും ഇത്തരം വാദഗതികളുമായി സോഷ്യൽ മീഡിയയിൽ കയറി നടക്കുന്ന ചില പാവം വിമത വൈദികരെ കാണാറുണ്ട്. വിമത വൈദികർ കൊടുത്ത ക്യാപ്സൂൾ വിഴുങ്ങിയതിൻ്റെ പ്രശ്നം തന്നെയാണിത്. ലത്തീൻ കുർബാനക്രമത്തോട് വിമത വൈദികർക്ക് അത്ര താല്പര്യമാണെങ്കിൽ അവർ ഇനി ആവശ്യപ്പെടാൻ സാധ്യതയുള്ളത് തങ്ങളെ ലത്തീൻ രൂപതയാക്കി മാറ്റണമെന്നാണ്. പക്ഷേ കാനൂനികമായുള്ള കടമ്പകൾ കടന്നു കിട്ടില്ലെന്ന് ഉറപ്പാണ്. ഇനി കടന്നു കിട്ടിയാലും ഇവരെ ഉൾക്കൊള്ളുക എന്ന സാഹസത്തിന് ലത്തീൻ ഹൈറാർക്കിയും ലത്തീൻ വിശ്വാസി സമൂഹവും മുതിരുമെന്ന് ഒട്ടും തോന്നുന്നില്ല. കാരണം ക്രിസ്തു സ്നേഹവോ സഭാസ്നേഹവുമോ അല്ല, വെറും ഗോത്രീയതയാണ് ഈ വൈദികരെ നയിക്കുന്നതെന്ന് അവർക്കും ബോധ്യമുണ്ട്. കഷ്ടമെന്ന് പറയട്ടെ, സമൂഹ മാധ്യമങ്ങളാണ് ഈ ഗോത്രീയ വൈദികരുടെ ദൈവങ്ങൾ. സമരങ്ങളാണ് അവരുടെ പ്രാർത്ഥനകൾ, വ്യാജങ്ങളാണ് അവരുടെ പുണ്യങ്ങൾ. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനും നിങ്ങളുടെ വൈദികർ അനുകരണീയ മാതൃകയായി ഇന്നലെ വരെ ഉയർത്തിക്കട്ടിയതുമായ ഫ്രാൻസിസ് പാപ്പ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കത്തയച്ചിരുന്നു. ഈയിടെ വീണ്ടും പരിശുദ്ധ പിതാവ് ഒരു വീഡിയോ പ്രഭാഷണത്തിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അത് മലയാളത്തിൽ വത്തിക്കാൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്നിട്ടും മനസ്സിലായിട്ടില്ല വിമതർക്ക്. ലോകത്തെ ഏതൊരു വിശ്വാസ സമൂഹത്തിനാണ് ഇത്രയും ദുര്യോഗമുണ്ടായിട്ടുള്ളത്? വിമതരോട് വിമത വൈദികരുടെ നേർക്ക് അവസാനമായി വരുന്ന ചോദ്യം വീണ്ടും ഇതാണ്: നിങ്ങൾ പത്രോസിന്റെ പിൻഗാമി പിന്തുടർന്ന് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ തുടരുമോ, അതോ നിങ്ങളെ വ്യാജങ്ങൾ കൊണ്ട് വഞ്ചിക്കുന്ന വിമത വൈദികരുടെ കൂടി ശീഷ്മയിലേക്ക് പോകുമോ? തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ വൈദികരാണ്, നാളത്തെ മുതിർന്ന വൈദികർ. സഭയെ, വിശ്വാസികളെ നേർവഴിക്ക് നയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നിങ്ങൾ ഇനി വിമതയുടെ കൂടെ കൂടി വഴിതെറ്റിയാൽ നാളെ നിങ്ങൾ പശ്ചാത്തപിച്ചിരിക്കും, തീർച്ച. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.